കണ്ടു, ചങ്ങലമ്പരൻ്റെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. കണ്ടോ ഗൈസ്, ഇതാണ് ചങ്ങലമ്പരണ്ട. ഇത് നമുക്ക് വളരെ ഗുണമുള്ളതാണ്. എല്ലിനുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ശരീരത്തിന് ഏറ്റവും ഗുണമുള്ള സാധനമാണ്. ഇതിനെയാണ് നമ്മൾ ചങ്ങലമ്പരണ്ട എന്ന് പറയുന്നത്. ചങ്ങല പോലെ ഇങ്ങനെ ഇരിക്കും കണ്ടോ, ജോയിൻ്റ് ചെയ്ത് പോലെ. ഇത് വെച്ച് നമുക്കിന്ന് ഒരു ചമ്മന്തി ഉണ്ടാക്കാം. കട്ട് ചെയ്തിട്ട് മതി, ഇത് തന്നെ ധാരാളം. കണ്ടോ, ചങ്ങലമ്പരണ്ട പുറത്ത് മഴ, അകത്ത് നല്ല ഉറക്കമാണ് ഇയാൾ. ചങ്ങലമ്പരണ്ട വെച്ച് ചമ്മന്തി ഉണ്ടാക്കാനായിട്ടുള്ള പീരയാണ് ഈ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഒരു കുടംപുളിയുടെ ഒരു പീസ് ഇട്ട് കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ അത് മസ്റ്റാണ്. അല്ല എങ്കിൽ നമുക്ക് ചൊറിച്ചിലുണ്ടാകും, ഭയങ്കരമായിട്ട് ചൊറിച്ചിലുണ്ടാകും. ഇത് പുളി ചേർക്കാതെ, ഏത് പുളി ചേർത്താലും മതി, പുളി ചേർക്കാതെ നമ്മളിത് ചമ്മന്തി ഇറക്കിയോ മറ്റേന്തെങ്കിലും ഇത് വെച്ചിട്ട് ഉണ്ടാക്കിയാലും അതിന് ചൊറിച്ചിലുണ്ടാവും. അതുകൊണ്ട് പുളി ഏത് വിഭവം ഉണ്ടാക്കിയാലും അതിൽ പുളി ചേർക്കണം, ചങ്ങലമ്പരണ്ട വെച്ചുള്ളതാണെങ്കിൽ. ഓക്കെ, ചങ്ങലമ്പരണ്ട എങ്ങനെ നന്നാക്കി എടുക്കാമെന്ന് കാണിച്ചു തരാം. നമുക്ക് ആദ്യം ഇതിൻ്റെ ഇലയൊന്നും വേണ്ട, ഈ തണ്ട് മാത്രമാണ് എടുക്കുന്നത്. ഇലകൾ കളയാം. ഇങ്ങനെ ഇത് കളഞ്ഞ് ഇത് ഇങ്ങനെ ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കണം. തൊടരുത് കേട്ടോ, അവിടെ അടങ്ങിയിരുന്നോണം. തൊടരുത്, അവിടെ ഇരുന്നാൽ മതി, ഇരുന്ന് കേട്ടോ, ഒന്നും എടുക്കരുത്. കണ്ടോ, ഇങ്ങനെ ചീവണം. തൊലി ഇങ്ങനെ എടുക്കണം. ഇങ്ങനെ പൊളിഞ്ഞിങ്ങനെ പോരും. നാരുണ്ട് ഇതിന്, കണ്ടോ. ഉണ്ടോ, ഇതിൻ്റെ നാര് കളഞ്ഞ് എടുക്കുക. അങ്ങനെ ഓരോ മുട്ടും ഇങ്ങനെ ക്ലിയർ ചെയ്തെടുക്കുക. നന്നായിട്ട് കളയണം. ഇത് ഭയങ്കര ചൊറിച്ചിൽ ഉള്ളതാണ്. അതുകൊണ്ട് നമ്മൾ പുളി മറക്കാതെ എല്ലാവരും ചേർക്കണം. ഉണ്ടോ, ഇങ്ങനെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് എടുക്കണം. തൊലി കളഞ്ഞ് ഓരോ ഈ പീസുകൾ ഓരോന്നും ഇതേപോലെ എടുക്കാം. ഇതിൽ തൊടരുതെന്ന് പറഞ്ഞപ്പം ഒരാൾ പോയി കിടക്കണ കാണണോ?
നല്ല കുട്ടിയാണ് കേട്ടാ, അനുസരണമുള്ള മോളാണേ കേട്ടാ. ആ ഓക്കെ, കാണിച്ചു കേട്ടാ. ഈ നാരെല്ലാം കളഞ്ഞെടുക്കണം, നാരൊന്നും പാടില്ല. ഈ കുറച്ചേ കിട്ടുള്ളൂ ഇതിന്, ബാക്കിയൊക്കെ ഇതിൻ്റെ എന്താണ് അതുപോലെ. ഇത് അരിയുമ്പോൾ തന്നെ നമുക്ക് ഇത് കയ്യിലൊരു മുറിഞ്ഞ പോലത്തെ വേദന പോലെ തോന്നും. വേദന എല്ലാവരും മുറിഞ്ഞ് ഇരിക്കുന്ന പോലെയുള്ള ഈ 3 വിരലുകൾ. അപ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യും ഇതിൻ്റെ ആ സ്ട്രോങ് എത്രയാണെന്നുള്ളത് മനസ്സിലായോ. അതിന് നമ്മൾ പുളി നന്നായിട്ട് ആ ഒരു പീസ് ചേർത്ത് കൊടുക്കുക. ഇത് കയ്യിലൊക്കെ പുളി പറ്റിയെന്നാലും ആ ഒരു ഫീൽ മാറിയിട്ടില്ല. അത് ചമ്മന്തിക്ക് അരിഞ്ഞെടുത്തതിനുള്ള ശേഷം ബാക്കി വന്നത് ഞാൻ ഇതിനു മുമ്പേ ചെയ്തപ്പോൾ ഞാൻ അതുകൊണ്ട് ചെയ്യാൻ പോകുന്ന അറിയില്ലായിരുന്നു. എന്നാലും ഞാനത് ചെയ്തു. ഇത്രയും ഗുണമുള്ളതല്ലേ, വേസ്റ്റാക്കി കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനത് സൂപ്പാക്കി. കുടംപുളി ഇട്ടു അതിലേക്ക്, ഉണ്ടോ കാണാമോ, കുടംപുളി ഇട്ടിട്ട് അതിൻ്റെ നാരയും തൊലി എടുത്തതും എല്ലാം കഴുകി മഞ്ഞൾ ഉപ്പും കൂടി ചേർത്തിട്ട് ഞാനത് വെള്ളമൊഴിച്ച് സൂപ്പ് പോലെയാക്കി കഴിച്ചു. എനിക്ക് അന്നേരമൊന്നും കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഓക്കെ, അങ്ങനെയും ഇത് ഉപയോഗിക്കാം. മറ്റുള്ളവരിത് ഉപയോഗിച്ച് എനിക്കറിയില്ല. ഇങ്ങനെ ചമ്മന്തിക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് ചെയ്യുന്നറിയാം. പക്ഷേ ഇത് ഞാൻ ഉപയോഗിച്ചതാണ്, എനിക്ക് കുഴപ്പമുണ്ടായില്ല. പുളി ചേർക്കണം, അത് മസ്റ്റാണ്. ചങ്ങലം പരണ്ടയ്ക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് ചങ്ങലം പരണ്ട കട്ട് ചെയ്ത പീസുകൾ, നാര് കളഞ്ഞിട്ട് കട്ട് ചെയ്ത കഴുകി നാര് കളഞ്ഞ പീസുകൾ, തേങ്ങ ചിരവിയത്, വേപ്പില, ഉള്ളി, കുറച്ച് ഉള്ളി, കുടംപുളി. ഞാനൊരു പീസ് പുളിയും കൂടി ഇട്ടിട്ടാ. എന്താണെന്ന് വെച്ചാൽ കൈ കൊണ്ട് അരിഞ്ഞിട്ട് എനിക്ക് നല്ല ചൊറിച്ചിലുണ്ട് കൈക്ക്, മുറിഞ്ഞ വേദന പോലത്തെ ഒരു ഫീലാണ്. അപ്പം ഗ്ലൗസ് ഇട്ട് എല്ലാവരും അരിയാൻ ശ്രമിക്കുക. ഞാൻ ഇതിന് മുമ്പ് ഞാൻ അരിയുന്ന ഇതുണ്ടല്ലോ അതിൽ വെച്ചിട്ടാണ് ഞാൻ അരിഞ്ഞത്. അതുകൊണ്ട് എനിക്ക് ഇത്രയും ചൊറിച്ചിലുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഇതിൽ കാണിക്കാൻ വേണ്ടി, ക്യാമറയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൈ കൊണ്ടാണ് മുഴുവനും ചീവിയതും കയ്യിൽ പിടിച്ച് അരിയൊക്കെ ചെയ്തത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നത് ഇത്രയും ഒരു അസ്വസ്ഥത തോന്നി. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഗ്ലൗസ് ഇട്ട് ചെയ്യുവാണെങ്കിൽ കൈക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മുളക്, ഉണക്കമുളക്, ഉള്ളി, ഇത്രയും ഇത് രണ്ടും വെളിച്ചെണ്ണയിൽ വറുത്ത ശേഷം നന്നായിട്ട് മൊരിയിച്ച ശേഷം ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് വീണ്ടും ഇത് വറുക്കാം.
ഉള്ളിയും മുളകും മൊരിയാൻ വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് ചങ്ങലമ്പരൻ്റെ സൂപ്പ് തിളച്ച് കാണാമോ, ആവി വരുന്നുണ്ട്. അത് കുറച്ചും കൂടി തിളച്ചേക്കാം, എന്നിട്ട് ഓഫ് ചെയ്തിടാം. ഇത് മൂക്കണം, നന്നായിട്ട് മൂത്ത് കിട്ടണം. ഉള്ളിയും മുളകും കൂടി മുരിച്ചത് നമുക്ക് തേങ്ങ വറുക്കാനുള്ളതിലേക്ക് ഇടാം. ഇത് അടുപ്പത്ത് വെച്ച് നമുക്കിത് മുരിക്കാം. നമുക്കിത് കാണാമോ, സൂപ്പ് ആയിട്ടുണ്ട്. അതിനെ ഓഫ് ചെയ്യാം. കണ്ടോ, ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ തേങ്ങ ഇതെല്ലാം ഒന്നിങ്ങനെ ചൂടാക്കി മിക്സിയിൽ അരക്കുന്നത് നല്ലതാണ്. കാരണം അത് കേടാവാതെ കുറച്ച് ദിവസം ഇരുന്നോളും. പച്ച തേങ്ങയാണെങ്കിൽ അപ്പം തന്നെ ഉപയോഗിക്കാനാണെങ്കിൽ നമുക്ക് പച്ച തേങ്ങ ഉപയോഗിക്കാം. അല്ല കുറച്ച് ദിവസം ഇരിക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തീർന്നു പോവില്ല, 1-2 പേരൊക്കെ ഉള്ളെങ്കിൽ അത് ഒന്നിങ്ങനെ വാട്ടുന്നത് നല്ലതായിരിക്കും. അപ്പോൾ കുറച്ച് ദിവസം കേടാവാതിരിക്കും. കണ്ടോ, നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇതിനി ചൂടാറിയ ശേഷം നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. വറുത്തത് ഞാൻ നന്നായിട്ട് വാട്ടിയത് മിക്സിയിൽ ഇട്ടിട്ടുണ്ട്. ഇതിനി നമുക്ക് മിക്സിയിൽ ചെറുതായിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ചതച്ചല്ല, നമുക്ക് എത്ര ഭാഗം ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കൂടുതൽ അടിയണം എന്നുള്ള ആളുകൾക്ക് കൂടുതൽ അടിക്കാം, അല്ല ഒന്ന് ചതഞ്ഞാൽ മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം. കണ്ടോ, ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കുക. എല്ലിന് വളരെ ഗുണമുള്ളതാണ് ഈ ചങ്ങലം വരണ്ട. ഇത് നമുക്കിങ്ങനെ ചമ്മന്തിയാക്കി അങ്ങനെയൊക്കെ കഴിക്കാനേ പറ്റുള്ളൂ.
നേരിട്ട് കഴിച്ചാൽ ഈ പറഞ്ഞ ചൊറിച്ചിൽ ഇതൊക്കെ ഉള്ളതുകൊണ്ടേ അപ്പം നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കി കഴിക്കുക.